ഇവൾ ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവളിത് എവിടെ പോയി? സത്ത് പാട്ടി ചുവന്ന സോക്സ്. ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ നിന്ന് ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഒന്ന് ഇറങ്ങി വാ, പറയാം. നീന, ഞാൻ ബേബിച്ചായനോട് നമ്മുടെ കല്യാണക്കാരെ അറിയിച്ചിട്ടുണ്ട്. ബേബിച്ചായൻ ഡാഡിയോട് പറയാന്ന് പറഞ്ഞിരിക്കുക. ഡാഡി അറിഞ്ഞു കഴിഞ്ഞാലുടൻ തന്റെ വീട്ടുകാരെ അങ്ങോട്ടെല്ലാം പറയണം. അവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡാഡിയുടെ മുമ്പിൽ പോകത്തുള്ളൂ, കേട്ടോ? നീന, നീന, ബോബി, അവൾ ഇന്നലെ രാത്രി തന്നെ ഹോസ്റ്റലിൽ നിന്ന് പോയെന്ന്. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എനിക്കിപ്പോ അറിയണം. എന്ത്? ഒന്നും പറയാതെ ഒരു ദിവസം പോയിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എനിക്ക് അപ്പ അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെയും തോന്നി. നിനക്ക് തോന്നും പോലെ തട്ടിക്കളിക്കാൻ ഞാൻ എന്താ പന്താണോ? സത്യം പറ, നിന്റെ ഉദ്ദേശം കുറെ കാശല്ലേ? എത്ര വേണമെന്ന് പറ, തരാം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നാ മതി. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. എന്താണെന്ന് പറ, ഇപ്പൊ തരാം. പറ. ഒരു 1 കോടി രൂപ തന്നാ ഞാൻ പൊയ്ക്കോളാം. ഓ, അത്ര മതിയോ? എന്താ തീരെ കുറച്ച് പറഞ്ഞ? എനിക്ക് അത്രയും മതി. ഓ, സന്തോഷം. എങ്ങനെ കയ്യിൽ കൊണ്ടുപോകോ അതോ ഞാൻ ഒരു വണ്ടി വിളിച്ചാണോ? ഈ കുഞ്ഞ് ഇവിടെ വളരുന്നത്ര സൗകര്യത്തിൽ തന്നെ എനിക്ക് വളർത്തണം. 10 പൈസ തരാൻ നിന്നെ ഇവിടെ ഇറക്കി വിടാൻ എനിക്കറിയാം. തൽക്കാലം എന്റെ മുറി ഇറങ്ങാൻ. ഞാൻ എന്തിന് ഇറങ്ങണം? ഇത് എന്റെ മുറിയാ. ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കുക. ഭർത്താവിന്റെ എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഡാഡിയെ ഈ മുറി കിടന്നോളാൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. അടുക്കളയിൽ ഇത്തിരി പാലുണ്ടാവോ? കൊച്ചെന്നെ അല്ലേ, അങ്ങോട്ട് എടുത്തു വെച്ച് കൂടെ. അച്ചായോ? കൊച്ചിന്റെ അച്ഛൻ അച്ചായൻ തന്നെ ആണോ? കിന്നാരം ചോദിക്കുന്നോ? എല്ലാവരും കൂടെ വലിച്ചു വരെ ഏറി വെച്ചേരും. കൊച്ചിന്റെ അച്ഛൻ Give it, Sonny. Good. Well done, my boy. ഞാൻ എന്തെടുത്തെറിഞ്ഞാലും നീ അതെടുത്ത് എന്റെ കൊണ്ട് തരണം. ഓക്കേ? പട്ടിയും കളിപ്പിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഓഫീസില്ലേ? നായ്ക്കളെന്നൊക്കെ പറഞ്ഞ നന്ദിയുള്ള ജാതിയാ, വഞ്ചിക്കയില്ല. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഓഫീസിൽ ഒരല്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പം നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഫീൽഡിൽ പോയിരുന്നു, വർക്കേഴ്സിന് കൂലി കൊടുക്കാൻ. നീ എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പോയത്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വന്നോ പോയോന്നൊക്കെ ചോദിക്കാൻ? എനിക്ക് നേരായി, ഞാൻ പോണു. പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടൊന്നും അവസാനിക്കില്ല. അവനെ ഞാൻ പിടിക്കും. ഉണ്ണുണ്ണിയുടെ തനി നിറം നീ എപ്പോഴേ അറിയും.
കാണുന്നത് നിങ്ങളെ പറ്റിക്കാണോ? 2 ദിവസം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് മഷിയിട്ട് നോക്കിട്ട് തന്നെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാശ് കിട്ടണം. എന്റെ ദൈവം ഇതൊരു പുലിവാലായല്ലോ. ഞാൻ സത്യം പറയാം, വെറും 10 രൂപയാണ് ലോട്ടറി അടിച്ചത്. സംശയമുണ്ട് അവരോട് ചോദിക്കാൻ. ആഹാ, ഞങ്ങൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ 1 ലക്ഷം രൂപ അടിച്ചതെന്ന്. അയ്യോ മഹാഭാവി, അവൻ അങ്ങനെ പറഞ്ഞോ? അവന്റെ കയ്യിൽ നിന്ന് താൻ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. മര്യാദയ്ക്ക് കാശ് തന്നില്ലെങ്കിൽ പിടിച്ചു പറി കേസിന് പോലീസ് കംപ്ലൈന്റ് ചെയ്യും, കോടതി സാക്ഷിയും പറയും. അതൊന്നും വേണ്ട, കാശ് ഞാൻ തരാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാ. അടുത്ത വ്യാഴാഴ്ച വന്നാ എല്ലാവരുടെ കാശ് ഞാൻ തരാം. ഇത് അവസാനത്തെ അവധിയാ. ഞാൻ തരാം. പറ, കാപ്പി കുടിക്കുന്നോ? കാപ്പി വേണ്ട, കാശ് മതി. ശരി, കാശ് തരാം. എന്താടോ പുറത്തിരിക്കാവെന്ന് പറഞ്ഞത്? ഇത്തിരി നല്ല വായു ശ്വസിക്കാമല്ലോ. മോളെ, മോളോട് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ മുറിയുടെ ജനലും വാതിലൊക്കെ മുറുക്കി അടച്ചേക്കണം. ആ കൊച്ചിന്റെ കീറ്റിൽ പുറത്ത് വെക്കരുത്. പിന്നെ അവളിങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേര്. ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ. ഇതാ അച്ഛൻ വന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ, സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല. സാറിന് 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണി അല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡേസി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടുമിടുക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി, വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലെ ഒന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല. ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കുക. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്ക് അതറിഞ്ഞാ മതി. ഞാൻ എന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ, ബേബിച്ചാനാ? ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിച്ചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്റെയിലുണ്ട്. അല്ല, പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ച ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട.
എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ട. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ് ഒരാൾക്കും അറിയില്ല, ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ? ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചായ എല്ലാരും അറിയും. ഒരു നേഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക ചെയ്യും.